ഹലോ ഗൈസ്, വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ്. അങ്ങനെ നിങ്ങൾ മാലദ്വീപിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ഷനൊക്കെ കിട്ടി നിൽക്കുകയായിരിക്കും അല്ലേ? നിങ്ങൾ ഇപ്പോൾ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും മാലദ്വീപിലേക്കൊക്കെ വന്ന് അടിച്ച് പൊളിക്കാനൊക്കെ. അങ്ങനെയാണെങ്കിൽ നില്ല് മക്കളെ, നില്ല്. ഇപ്പം അങ്ങ് വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന എമൗണ്ട് ഏകദേശം ഒരു 13,000 രൂപ, ഏകദേശം ഒരു $150 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇൻ കേസ് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും പണി നോക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ ഏജൻസിക്കൊക്കെ 2-2.5 ലക്ഷമൊക്കെ പൈസ കൊടുത്ത് നമ്മളിവിടെ വന്നിട്ട് അത് നമുക്ക് പിടിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഇവിടെയുള്ള ടീച്ചേഴ്സ് ഇന്ന് അവരെ SBI ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ചർച്ചയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൽ അറിയാൻ പറ്റിയത് ഇനി എന്തായാലും ഒരു 3-4 മാസത്തേക്കൊന്നും എന്തായാലും പെട്ടെന്നൊന്നും എന്തായാലും അവർ ഈ തീരുമാനം മാറ്റില്ല എന്നതാണ്. പോരാതെ നമുക്കിനി ബ്ലാക്കിലേക്ക് നമ്മൾ പൈസ അയക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാലദ്വീപിലേക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച് പൈസ കൊടുത്ത് വരണ്ട. നമുക്ക് പല ആൾക്കാർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. EMI അടയ്ക്കാനുള്ളവരുണ്ടാവും, ബാധ്യത ഉള്ളവരുണ്ടാവും, അങ്ങനെ പലതും ഉള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവായി പോവും. അതിനു വേണ്ടി മാത്രമാണ് മാലദ്വീപ്സിലേക്ക് വരുന്നതെങ്കിൽ നടക്കില്ല. ഇനി നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിനൊക്കെ ആണെങ്കിൽ ഓക്കെ, ജസ്റ്റ് വരിക, ഒരു കൊല്ലം വെറുതെ വർക്ക് ചെയ്യുക, പോവുക. നമുക്കൊന്നും സേവിങ്സോ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ ശ്രദ്ധിക്കുക വെച്ചാൽ ആലോചിക്കുക. ഇവിടെയുള്ള ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കുക, ഇനി വരണോ? ഇവിടെയുള്ള ടീച്ചേഴ്സ് തന്നെ ഇപ്പം പോകാൻ അങ്ങനെ നിൽക്കുകയാണ്. വെറുതെ 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മളിവിടെ എന്തിനാണ് നിൽക്കുന്നത്? ഒരു കാര്യവുമില്ല, നമുക്കൊരു ബെനിഫിറ്റ്സ് ഒന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ തീരുമാനം മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും വളരെ ചാൻസ് കുറവാണ്. വലിയൊരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടൊന്നും നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി തീരുമാനം മാറിയിട്ട് മാത്രം വന്നാൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കുടുങ്ങിപ്പോവും. നമുക്ക് ലാസ്റ്റ് നമ്മൾ ചോദിക്കും, എന്തിനാണോ നമ്മൾ വന്നത് എന്ന്. ഇവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഇപ്പം അങ്ങനെ അനുഭവിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താക്കുക, അനുഭവിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മാക്സിമം ഇൻ്റർവ്യൂ എന്താക്കുക, അറ്റൻഡ് ചെയ്തവർ വരാണ്ട് നിൽക്കുക. തൽക്കാലത്തേക്കെങ്കിലും വന്നിട്ട് കാര്യമല്ല, ഇത് മാറുന്നത് വരെയെങ്കിലും നിങ്ങൾ നോക്കുക. നമ്മളിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, BEd കഴിയുന്നവർ ഉണ്ട്, BEd കഴിഞ്ഞവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല പേരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ വരാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നം അവർ അറിയണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറാണ് ഇതാണെന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. ഇവിടെ വന്നാൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. ഇതുവരെ നല്ലതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തായി, ഒരു 2-3 ആഴ്ച കൊണ്ട് എല്ലാം എന്തായി, തകിടം മാറണം, മൊത്തത്തിൽ അങ്ങ് തകിടം മാറണം. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കണ്ട, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടാണെങ്കിൽ കൂടെ എന്താക്കുക, അവർക്ക് ഏജൻസിക്ക് എന്താക്കുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും ഇപ്പം എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിയിട്ടാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇതാക്കാം. പിന്നെ ഏജൻസിക്കാരോട് ഒന്ന് പറയാനുള്ളത്, ഇവിടെ ഉള്ളത് ഒരുപാട് ടീച്ചേഴ്സ്, അങ്ങനെ പല ആൾക്കാർ നമ്മൾ ഇന്ത്യക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവരോടെങ്കിലും ഒരു നല്ല രീതിക്ക് നിൽക്കുക. സംഭവം ഒരു മനസാക്ഷി ഇല്ലാതെ നിങ്ങൾ പെരുമാറരുത്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, അപ്പോൾ നമുക്കൊരു രാജ്യസ്നേഹമൊക്കെ ഉണ്ട്. സംഭവം അറ്റ്ലീസ്റ്റ് നമ്മളൊരു മനുഷ്യന്മാരാണ്, അത് കാണിക്കുക. സംഭവം വെറും പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കരുത്. അപ്പം ഇനി വരുന്ന ആൾക്കാരോടും നിങ്ങൾ ഈ ക്രൂരത ചെയ്യരുത്. ഇപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഇവിടുന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ബാക്കിയുള്ള ആൾക്കാർ വന്ന് ചാടരുത്, വീഴരുത്. അവർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വിചാരിക്കും, ഇവിടെ വന്നിട്ട് വാരാം, നല്ലതിൽ പൈസ ഉണ്ടാക്കാം, പോവാം, ഗോൾഡ് വാങ്ങാം, അത് വാങ്ങാം, ഇത് വാങ്ങാം എന്നൊക്കെ. അതൊന്നും ശാശ്വതമല്ല മക്കളെ. ശ്രദ്ധിക്കുക, അതേ ഇപ്പം പറയാനുള്ളൂ. തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനം പിന്നെ നിങ്ങൾക്കത് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ചിട്ട് ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കുക. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും, പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങൾ ഉണ്ടായിട്ട് പണ്ടത്തെ പോലെ തന്നെ ഒരു $500 അല്ലെങ്കിൽ ഒരു $450 മിനിമം നമുക്ക് കയ്യിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്ന രീതിയിൽ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല.
ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഏജൻസിക്കാരോട് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഇങ്ങോട്ട് വരുമ്പം ഏകദേശം ഒരു 2-2.25-2.5 ലക്ഷം വരെയൊക്കെ നിങ്ങളുടെ ഏജൻസി വാങ്ങും. ഇനി വന്നാൽ നമുക്കത് മുതലാവില്ല. അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇവർ മിനിസ്ട്രി ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ നടത്തണം, പൈസ ഒന്നും വാങ്ങാണ്ട്. വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ പൈസ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. ഭാവിയിൽ അത് പ്രശ്നമാവും. നമ്മൾ എക്സ്പാട്രിയേറ്റ് ആണ്, നമ്മൾ കോൺട്രാക്റ്റിന് മുകളാണ് നമ്മൾ വർക്ക് ചെയ്യുക, അതൊക്കെ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവും.